ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഫുഡോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചന മസാലയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ രുചികരമായ ഈ ഒരു ചന മസാല എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചന തലേ ദിവസം തന്നെ കഴുകി വൃത്തിയാക്കി കുതിരാൻ വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ 2 തക്കാളിയുടെ പ്യൂരി, 2 സവോള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഒരു പച്ചമുളകും, പിന്നെ ഓൾ സ്പൈസസ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചന ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ വെള്ളം, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. അതൊരു മുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കതൊന്ന് വിസിൽ വരുന്നത് വരെ കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചനയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരണം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ബേ ലീഫും 1/2 ടീസ്പൂൺ ജീരകവും 3 ഏലക്കായയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പൈസസ് അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി നമുക്കറിയാം സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ്. ഓക്കെ, ഇനി നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സബോള, ഞാനിവിടെ 2 സബോള വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സബോള ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ ഒരു പച്ചമുളകുമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴട്ടിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് തക്കാളി, നമ്മൾ നേരത്തെ തക്കാളി മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്യൂരയാണ് ഞാനിപ്പോൾ ചേർത്തത്. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് കുക്കാവാൻ വയ്ക്കാം. തക്കാളിയിലുള്ള ആ ഒരു എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുക്കായി വരണം. തക്കാളി ഒന്ന് കുക്കായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചന മസാല പൗഡറാണ്, 2 ടീസ്പൂൺ ചന മസാല പൗഡറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ചന മസാല ഒന്ന് മിക്സായി നല്ല പോലെ ഒന്ന് കുക്കായി അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് എല്ലാം ഒന്ന് മാറി വരുന്നത് വരെ കുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചന അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ചന ഫുള്ളായിട്ട് ആഡ് ചെയ്യരുത്. ഒരു 2 ടേബിൾ സ്പൂൺ ചന നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ആ 2 ടേബിൾ സ്പൂൺ ചന നമ്മൾ മിക്സിയിലൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ചനയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു മസാലയൊക്കെ നമ്മുടെ ചനയിലേക്ക് നല്ല പോലെ ഒന്ന് പിടിക്കുകയുള്ളൂ. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ ചനയൊക്കെ നല്ല പോലെ ഒന്ന് അതിലേക്ക് ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ കറി ഒരു കട്ടി കുറവാണ്. അപ്പോൾ ആ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ചന മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്സിയിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്ത് നമ്മളൊരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി നമുക്ക് കിട്ടും.
ഇനി നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്, അല്ലെങ്കിൽ ഉലുവയുടെ ഇല. അത് നമ്മളൊരു ടീസ്പൂൺ കസൂരി മേത്തി കയ്യിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല പോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ല പോലെ കുറുകി ആ ഒരു ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് കറിയുടെ തിക്നെസ് എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ്. ലാസ്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറിക്ക് എത്രത്തോളം തിക്നെസ് വേണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക നമ്മുടെ ചന മസാല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും പറയുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.